പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുക. ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ എല്ലാവരുടെയും മേൽ ഇറങ്ങി വന്ന് നിങ്ങളുടെ ഭവനങ്ങളെ ബലപ്പെടുത്തട്ടെ, നിങ്ങളുടെ ബന്ധങ്ങളെ ബലപ്പെടുത്തട്ടെ, നിങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തട്ടെ, നിങ്ങളുടെ സമ്പത്തിനെ ബലപ്പെടുത്തട്ടെ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടട്ടെ, ശത്രുക്കളിൽ നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കട്ടെ, അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കട്ടെ, ജോലി തടസ്സങ്ങൾ വിട്ടുമാറട്ടെ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾക്ക് പരിഹാരമുണ്ടാകട്ടെ, ജോലി തടസ്സങ്ങൾ മാറട്ടെ, കല്യാണ തടസ്സങ്ങൾ മാറട്ടെ, നിരന്തരമായ രോഗപീഠകൾ വിട്ടുമാറട്ടെ, ക്യാൻസർ മാറിപ്പോകട്ടെ, ട്യൂമർ മാറിപ്പോകട്ടെ, ചെവിവേദന മാറിപ്പോകട്ടെ, തൊണ്ട അടച്ചിലും തൊണ്ടവേദനകളും മാറിപ്പോകട്ടെ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ, അലർജി രോഗങ്ങൾ മാറിപ്പോകട്ടെ, നിങ്ങളുടെ മക്കളുടെ പഠനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളിലെ ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ, മദ്യപാനത്തിൻ്റെ ബാധ ഒഴിഞ്ഞു പോകട്ടെ, ലഹരിയുടെ ബാധ ഒഴിഞ്ഞു പോകട്ടെ, കലഹത്തിൻ്റെ ദുരാത്മാക്കൾ ഒഴിഞ്ഞു പോകട്ടെ, മാനസിക രോഗങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഈശോൻ ഇവിടെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. നിങ്ങൾ യൂട്യൂബിൽ എഴുതിയിടുന്ന പ്രാർത്ഥനകൾ, നിങ്ങൾ കത്തുകളിലൂടെ അയക്കുന്ന പ്രാർത്ഥനകൾ ഓരോന്നോരോന്നെടുത്ത് പ്രാർത്ഥിക്കും. കത്തുകൾ എഴുതി നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നവർ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ, കോൺവെന്റ് റോഡ്, കോഴിക്കോട് 32. പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യൂട്യൂബിൽ എഴുതിയിടുന്ന ഓരോ നിയോഗങ്ങൾ എടുത്തെടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളെ കർത്താവിൻ്റെ സന്നിധി നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കും. കടബാധ്യതകളുടെ മേൽ കർത്താവ് ഇടപെടട്ടെ, സ്ഥല കച്ചവടങ്ങളുടെ മേൽ കർത്താവ് ഇടപെടട്ടെ, മക്കളുടെ തെറ്റായ ബന്ധങ്ങളുടെ മേൽ കർത്താവ് ഇടപെടട്ടെ, മക്കളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ, അനുസരണക്കേടും പൈശാചികതകൾ പോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് അവർക്ക് വിടുതൽ ലഭിക്കട്ടെ. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന കൂടോത്രങ്ങളും ആഭിചാരങ്ങളും പ്രാക്കുകളും ശാപങ്ങളും സർപ്പദോഷങ്ങളും കൈവശ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. നിങ്ങളുടെ ഭവനത്തിൻ്റെ പറമ്പിലൊക്കെ ആരെങ്കിലും കൂടോത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഇന്ന് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. ഇനി നിങ്ങളതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പരിശുദ്ധ കുർബാന പറ്റുമ്പോൾ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരിക, വചനം ഉറക്കെ വായിക്കുക, അതാണ് ഏറ്റവും വലിയ ആ മരുന്ന്. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെ ഈ ദേവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷ അത്ഭുത ശുശ്രൂഷയാണ് മക്കളെ. തീയിറങ്ങണ ശുശ്രൂഷ, കുന്തിരിക്കാഭിഷേകത്തിൻ്റെ ശുശ്രൂഷ, പിശാചിനെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ. എല്ലാ കെട്ടുകളും ബാധകളും ക്ഷുദ്രജീവികളും എല്ലാ തിന്മയുടെ രൂപികളും നിരാശകളും വിഷാദ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം 24-ാം തീയതി ചൊവ്വാഴ്ച നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് പരീക്ഷ ഒരുക്ക പ്രാർത്ഥനയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി. അപ്പോൾ സാധിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുവരിക. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലുള്ള മക്കൾ വരുമ്പോഴൊരു പേനയോ പെൻസിലോ റബ്ബറോ അവരുടെ പരീക്ഷയുടെ ഒരു ഉപകരണം അച്ഛൻ അതിനെ ആശീർവദിച്ചു കൊടുക്കും. കുഞ്ഞുങ്ങളുടെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളെ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് പരീക്ഷയുടെ മേലുള്ള ബ്ലോക്കുകളും ഓർമ്മക്കുറവുകളും അവരുടെ മേലുള്ള ബന്ധനങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനം മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 34-ാമത്തെ വചനമാണ്. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, അതായത് ബധിരനോടാണ് കർത്താവ് പറയുന്നത്, സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് ചങ്ക് കൊണ്ടുള്ള പ്രാർത്ഥനയാണ്.
അത് ഹൃദയത്തിൻ്റെ ഏങ്ങലടിയ, സ്വർഗത്തിലേക്കുള്ള തടസ്സങ്ങളില്ലാത്ത നോട്ടമാണ്. അവിടെ കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് പറഞ്ഞു, എഫാത്ത, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. അടുത്ത വചനം പറയാം, 35. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞ് അവൻ സ്ഫുടമായി സംസാരിച്ചു. അപ്പം അവൻ്റെ ബധിരനും ഊമനുമായിരുന്നവനെ കർത്താവ് സുഖപ്പെടുത്തുക. ഇന്ന് പലവിധ പ്രശ്നങ്ങൾ നിമിത്തം ബധിരരും ഊമരുമായി പോയിരിക്കുക. നമ്മൾ കണ്ണുണ്ടായിട്ട് കാണാൻ പറ്റുന്നില്ല, ചെവിയുണ്ടായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല, നാവുണ്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ മേഖലയിലേക്ക് ഇതാ കർത്താവിൻ്റെ ആത്മാവ് കടന്നു വരിക. കരമുയർത്തി സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഇന്ന് ഏറ്റെടുക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലും, പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും, ജീവദായകനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അശുദ്ധാരൂപികളിൽ നിന്നും, തിന്മകളിൽ നിന്നും, തടസ്സങ്ങളിൽ നിന്നും, കൂടോത്രങ്ങളിൽ നിന്നും, മന്ത്രവാദങ്ങളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും, നിരന്തരമുള്ള അപകടങ്ങളിൽ നിന്നും യേശു നാമത്തിൽ ഞാൻ വിടുവിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ഈ മക്കളുടെ ജീവിതത്തെ ശല്യപ്പെടുത്താൻ, ഇവരുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ ഒളിഞ്ഞിരിക്കുന്ന സാത്താൻ്റെ സകലവിധ തട്ടിപ്പുകളെയും, സാത്താൻ കൊണ്ടുവരുന്ന തകർച്ചകളെയും, ക്ഷീണങ്ങളെയും, രോഗങ്ങളെയും, കടങ്ങളെയും, നിരന്തരമായ ബുദ്ധിമുട്ടുകളെയും കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പവിത്രീകരിക്കപ്പെടുന്ന ഈ മക്കൾ എല്ലാവിധ രോഗങ്ങളെയും സുഖപ്പെടുത്താനും പൈശാചിക ശക്തികളെ നിർവീര്യമാക്കാനും കെൽപ്പുള്ള ദിവ്യമായ ഔഷധമായി മാറട്ടെ ഇന്ന് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കൾക്ക് ആത്മീയവും ശാരീരികവുമായ എല്ലാ തടസ്സങ്ങളും മാറി പുതിയ അഭിഷേകം, പുതിയ ശക്തി, പുതിയ ആത്മവിശ്വാസം, പുതിയ ധൈര്യം നൽകി ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. മക്കളെ, ചൊവ്വാഴ്ച ദിവസം ഈ കോഴിക്കോടേക്ക് വരാനായിട്ട് പരിശ്രമിക്കുക. രാവിലെ കുർബാന കഴിഞ്ഞ് 6:45 കുർബാന. കുർബാന കഴിഞ്ഞാൽ ഈശോനെ പള്ളിയിൽ എഴുന്നള്ളിച്ച് വയ്ക്കും. ഈ ദേവാലയത്തിൽ ഒരു ദിവസം ഭജന ഇരിക്കുക, ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുക. ഇത് ഭാരത സഭയിലെ ഏറ്റവും ആദ്യത്തെ റോമൻ കത്തോലിക്ക പള്ളിയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് സാധിച്ചു കിട്ടും മക്കളെ. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന കൗൺസിലിങ്ങിൽ പങ്കെടുക്കാം. പിന്നെ വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, 6 മണി മുതൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന, 8 മണിക്ക് വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത തിരുശേഷിപ്പിൻ്റെ അഭിഷേക പ്രാർത്ഥന, 8:30 മണിക്ക് നേർച്ചക്കഞ്ഞി. ഇവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്കും വാഹന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അന്ന് ഇവിടെ തങ്ങണമെന്നുള്ളവർ നേരത്തെ മുൻകൂട്ടി ഇതിൽ കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അവർക്ക് അത് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കും. വളരെ കുറഞ്ഞ ചെലവിൽ അവർക്ക് അവിടെ താമസിക്കാൻ സാധിക്കും. സർവശക്തനായ ദൈവം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.